തദ്ദേശീയ അവാക് സംവിധാനം വരുന്നു. സെൻസറുകൾ വഴി ശത്രുവിമാനങ്ങളെ ദൂരെ നിന്ന് കണ്ടെത്താൻ സാധിക്കും. നേത്ര MK2 എന്നാണ് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത്. ആകാശത്തിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനം ഘടിപ്പിച്ചതുമായ വിമാനമാണ് അവാക്സ്. വ്യോമസേനയ്ക്കായി 6 പുതിയ അവാക്സ് നിരീക്ഷണ വിമാനങ്ങളാണ് ഉടൻ എത്തുക. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച പുതുതലമുറ വിമാനങ്ങൾ സെൻസറുകൾ വഴി ശത്രുവിമാനങ്ങളെ ദൂരെ നിന്ന് കണ്ടെത്തും. അതുവഴി ശത്രുവിമാനങ്ങളെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് സാധിക്കും. 20,000 കോടി രൂപയാണ് ചിലവ് വരിക. നേത്ര MK2 എന്നാണ് അവാക്സ് ഇന്ത്യ പ്രോഗ്രാം അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ അവാക്സ് എയർബോൺ, അതായത് ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് എന്ന വിമാനങ്ങളുടെ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു. ആകാശത്തിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനം ഘടിപ്പിച്ചതുമായ വിമാനമാണ് അവാക്സ്. ശത്രു നിരീക്ഷണം, പ്രതിരോധം, അതിനൊക്കെ നിർണായകമാണ് ഇവ. തദ്ദേശീയ അവാക്സ് സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നത് വഴി ഇന്ത്യ മുൻനിര രാഷ്ട്രങ്ങളുടെ നിരയിലേക്ക് ഉയർന്നതായിട്ടാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നത്. വിവിധ ഇന്ത്യൻ കമ്പനികളുമായും എയർബസുമായും സഹകരിച്ചാണ് പരിഷ്കരിച്ച റഡാർ ആന്റിനയും അനുബന്ധ സംവിധാനങ്ങളും A321 വിമാനവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ DRDO പൂർത്തിയാക്കിയത്. ഇതിനായി എയർ ഇന്ത്യയിൽ നിന്ന് 6 A321 വിമാനം വ്യോമസേന സ്വന്തമാക്കിയിരുന്നു. ഇവയിൽ 360 ഡിഗ്രി റഡാർ കവറേജ് സാധ്യമാക്കുന്ന വിധത്തിൽ റഡാർ സ്ഥാപിക്കുന്നതടക്കം ഘടനാപരമായ നവീകരണങ്ങൾ നടത്തിയാണ് അവാക് സജ്ജമാക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച മിഷൻ കൺട്രോൾ സിസ്റ്റവും ആധുനിക ഇലക്ട്രോണിക് സ്റ്റാൻഡ് എറേ റഡാറുകളുമാണ് സവിശേഷത. ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിർമ്മിച്ച 7000 കലാഷ്നിക്കോവ് AK-203 റൈഫിളുകൾ സേനയ്ക്കുടൻ ലഭ്യമാകും. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിലൂടെയാണ് AK-203 റൈഫിളുകൾ നിർമ്മിക്കുന്നത്. 1 മിനിറ്റിൽ തുടർച്ചയായി 700 റൗണ്ടുകൾ വരെ വെടിയുതിർക്കാൻ സാധിക്കുന്ന ഇതിന് 800 മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് വെടിയുതിർക്കാൻ കഴിയും. ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. പ്രതിരോധ മന്ത്രാലയവുമായുള്ള കരാർ പ്രകാരം 2030ഓടെ 6 ലക്ഷത്തിലധികം റൈഫിളുകൾ സായുധ സേനയ്ക്ക് കൈമാറണം. ഇതുവരെ 48,000 റൈഫിളുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഡിസംബറോടെ 15,000 എണ്ണം കൂടി നൽകും. അമേരിക്കൻ നിർമ്മിത അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും ഈ മാസം എത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക ശേഷി വർദ്ധിപ്പിക്കണം എന്ന് സൈന്യം തീരുമാനിച്ചിരിക്കവെയാണ് അപ്പാച്ചയുടെ വരവ്. അപ്പാച്ചയുടെ വരവ് ഒരു മുതൽക്കൂട്ടാണ്. 2024 മാർച്ചിൽ തന്നെ ആർമി ഏവിയേഷൻ കോർപ്സ് ജോധ്പൂരിൽ അപ്പാച്ചയുടെ സ്ക്വാഡ്രൺ ആരംഭിച്ചിരുന്നു. എന്നാൽ ഹെലികോപ്റ്ററുകൾ എത്തിയില്ല. 3 ബാച്ചുകളായി 6 ഹെലികോപ്റ്ററുകൾ 2024 മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ എത്തും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. ഇതിലെ ആദ്യത്തെ ബാച്ചാണ് ഈ മാസം വരുമെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ ഭാഗത്തുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് കാലതാമസത്തിന് കാരണമായത് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അടുത്ത ആഴ്ച എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ബാച്ചിൽ 3 ഹെലികോപ്റ്ററുകളാണ് ഉണ്ടാവുക. അവശേഷിക്കുന്ന 3 എണ്ണം ഈ വർഷം അവസാനം എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.